കൂട്ടുകാരെ, ബേക്കിംഗ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കേക്കിനും പായസത്തിനും ഒക്കെ ഒഴിക്കുന്ന നല്ലൊരു മിൽക്ക് മെയ്ഡ് നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാം. വീട്ടിലുള്ള വെറും 2 ചേരുവകൾ മാത്രം വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നല്ല മിൽക്ക് മെയ്ഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? എന്നാൽ പിന്നെ താമസിക്കാതെ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. മിൽക്ക് മെയ്ഡ് തയ്യാറാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഈ പാത്രത്തിലേക്ക് നമുക്ക് പാല് അളന്നൊഴിക്കാം. നമുക്കിതിന് വേണ്ടിയിട്ട് ഏത് പാലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പാക്കറ്റിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് പാൽ എന്തായാലും അളന്നൊഴിക്കണം. അതിന് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പാൽ അളന്നൊഴിച്ചാൽ മാത്രമേ നമുക്ക് പഞ്ചസാരയുടെ അളവും കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ ഏകദേശം 2 ഗ്ലാസ് പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് മുഴുവനുമില്ല, കുറച്ച് കുറവാണ്, എന്നാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ പകുതി വേണം പഞ്ചസാര എടുക്കാനായിട്ട്. ആ പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ഗ്ലാസ് പാലിന് 1 ഗ്ലാസ് പഞ്ചസാര എന്ന അളവിലാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇത് മുഴുവൻ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി തീ കത്തിച്ചിട്ട് ഇത് ചെറു തീയിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. സ്റ്റീലിൻ്റെ പാത്രത്തിലൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് അടുക്കി പിടിക്കും. അപ്പോൾ സൈഡിലൊക്കെ കരിഞ്ഞു പിടിക്കും. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ പിന്നെ അത് പേടിക്കണ്ടല്ലോ. അതുകൊണ്ടാണ് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് കേട്ടോ. തീ ഒരിക്കലും കൂട്ടി വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ പഞ്ചസാര പൊടിയാണെങ്കിലും കുഴപ്പമില്ല, സാധാരണ പഞ്ചസാരയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പം നമ്മൾ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കുമ്പോൾ പാൽപ്പൊടി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കും. പാൽപ്പൊടി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന മിൽക്ക് മെയ്ഡ് ഞാൻ പിന്നെ ഒരിക്കൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. മിൽക്ക് മെയ്ഡ് നമ്മൾ തയ്യാറാക്കുമ്പോൾ സാധാരണ നമുക്ക് തിരക്കുള്ള ദിവസങ്ങളിലൊന്നും ചെയ്യേണ്ട. നമ്മൾ ഇതിവിടെ വെച്ചിട്ട് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പാലല്ലേ പെട്ടെന്ന് അങ്ങ് അടിയിൽ പിടിച്ചിട്ട് കുറച്ചങ്ങ് കരിഞ്ഞു പോയാൽ പിന്നെ ഇത് കളയാനേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിന്നിട്ട് സമയമുള്ള ദിവസങ്ങളിൽ നിന്ന് ഇളക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മൾ തയ്യാറാക്കുക കേട്ടോ. കേക്കിലൊക്കെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കേക്കിനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ സേമിയ പായസം വെക്കുമ്പോഴും ഒക്കെ നമുക്കിത് ഒഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴേക്കും മിൽക്ക് മെയ്ഡിനൊക്കെ ഒരുപാട് പൈസ കൊടുക്കണം. ഇതുപോലെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ അതേ ടെക്സ്ചറിലുള്ള മിൽക്ക് മെയ്ഡ് നമുക്ക് കിട്ടുകയും ചെയ്യും. തീ നമ്മൾ കൂട്ടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും നമുക്കിത് വല്ലാതെ അങ്ങ് പതഞ്ഞു പോന്തും. അപ്പം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. പിന്നെ ഈ സൈഡിൽ നിന്നുള്ള ഈ ഭാഗമൊക്കെ ഈ തവി കൊണ്ട് ഇതേപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് 2 ഗ്ലാസ് നിറയെ പാലാണ്. അത് വറ്റി നമുക്ക് 1 ഗ്ലാസ് പാലാവണം. അത്രയും അളവാകുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഏകദേശം 1/2 ലിറ്റർ പാലിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. പാല് നന്നായിട്ട് തിളച്ച് കുറുകി വറ്റി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ എടുത്ത ആ പാലിൻ്റെ ഏകദേശം പകുതിയോളം ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ഇതൊരു ലിക്വിഡ് ഫോം അല്ലേ എന്ന്. പക്ഷേ അല്ല, തണുത്ത് കഴിയുമ്പോൾ നല്ല തിക്ക് ഫോമായിട്ട് വന്നോളും കേട്ടോ. കറക്റ്റായിട്ട് ആ മിൽക്ക് മെയ്ഡിൻ്റെ അതേ കൺസിസ്റ്റൻസിയിൽ വന്നോളും. ഈ സമയത്ത് ഇതിന് നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ലൊരു തിളക്കം കിട്ടും കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ ഇതിങ്ങനെ പതഞ്ഞ് പൊന്തി വരും. അതൊന്നും പേടിക്കേണ്ട, അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് റെഡി ആയിക്കോളും കേട്ടോ. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് മിൽക്ക് മെയ്ഡ് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ കടയിലൊക്കെ പോയിട്ട് വാങ്ങുന്നത്? കുറച്ച് നേരത്തെ പണിയല്ലേ ഉള്ളൂ, ചിലവും വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യുക, എന്നിട്ടിത് തണുക്കാനായിട്ടങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ എല്ലാവരും ഇനി ഇതേപോലുള്ള മിൽക്ക് മെയ്ഡ് വീട്ടിലുണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി.